റായിദ് എങ്ങനെ വിദേശത്ത് MBBS പഠിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എന്താണ്? അല്ല, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റിവ്യൂസും ഉണ്ട്. ചില ആൾക്കാർ പറയും വിദേശത്ത് പോയിട്ട് കാര്യമില്ല, എവിടെയും വാല്യൂ കിട്ടൂല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മെഡിസിനാണ് പഠിക്കുന്നത്. അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൾഫിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണമെങ്കിലോ അതിൻ്റേതായ എക്സാംസ് ഉണ്ട്. അപ്പം പഠിച്ച് ഒരു അവസാനം എത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അൽഹംദുലില്ലാ സെറ്റായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, ഇവിടുത്തെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്താണ് റായിദിന് ഫീൽ ചെയ്തത്? എഡ്യൂക്കേഷൻ വൈസ് ഇപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഒന്നാമത് ഇവിടുത്തെ ഒരു അറബ് രാജ്യമാണ്. അപ്പം ഇവർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുമോ, ഇവർ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടാവും, ഒരു ഐഡിയ നമുക്കില്ല. ഒരു പേടി ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഫസ്റ്റത്തെ ദിവസം തന്നെ ക്ലാസ്സിന് പോയപ്പം അൽഹംദുലില്ലാ അവരുടെ എക്സ്പ്ലനേഷൻസും ഇംഗ്ലീഷ് ആയാലും എല്ലാം നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് എല്ലാം നമുക്ക് മനസ്സിലാവും. നല്ല എക്സ്പ്ലനേഷൻസാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയുക, അവർക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി ആ രീതിയിലല്ല അവർ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ ക്ലാസ് ഒക്കെ എടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 8 മാസത്തോളം ആയി. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് സെമസ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ എന്താണ് ഒരു ഫീലിംഗ്? ഇപ്പം ഇതുവരെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അൽഹംദുലില്ലാ കറക്റ്റ് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മാസമേ ആവുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എക്സാംസ് തുടങ്ങി. അതുകൊണ്ട് നമ്മളെല്ലാ പോർഷൻസും എന്താ പറയുക ട്രാക്കിലായിരിക്കും. പിന്നെ റായിദ് ഐൻഷാംസിൽ നല്ല പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. മാത്രമല്ല നന്നായിട്ട് മനോഹരമായിട്ട് ഖുർആൻ കൂടി ഓതുന്ന ഒരു വ്യക്തിയാണ് റായിദ് എന്നുള്ളത്. അപ്പം റായിദിൻ്റെ ഖുർആൻ നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഈജിപ്തിൽ വരുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരും പല രാജ്യത്തേക്ക് പറഞ്ഞിരിക്കുന്നത് പല ലക്ഷ്യത്തോടെ ആയിരിക്കും. ഇപ്പോൾ ഒരു മക്കള് മതപരമായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. അവർക്കുള്ള ഒരു ഓപ്ഷനാണോ ഈജിപ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ ആ ഒരു വൈബ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഇസ്ലാമികമായിട്ട് വളരെ മുന്നോട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഈജിപ്ത്. അതായത് കാരണം ഇപ്പം എവിടെ നിന്ന് ഏത് കോർണറിൽ പോയാലും എല്ലാ നിസ്കാരത്തിനുള്ള ബാങ്ക് കേൾക്കുകയും പള്ളി ഏതറ്റത്ത് പോയാലും പള്ളി ഉണ്ടാവും. പിന്നെന്താ, ഒരു അറബ് രാജ്യം കൂടിയാണല്ലോ, അതുകൊണ്ട്. പക്ഷേ അത് എന്താണ്, ഇപ്പൊ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങളെ കൂടെ തന്നെയുള്ള ആദിത്യ ഉണ്ട്. അപ്പൊ ആദിത്യ അവന്റെ വിശ്വാസങ്ങളായിട്ട് അവൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ ആർക്കും ഇപ്പോൾ നമ്മൾ ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് വഴി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനമൊക്കെ ഉള്ള നല്ലൊരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇനിയിപ്പോൾ വന്നത് എഡ്യൂക്കോളിംഗ് വഴിയാണല്ലോ. എന്താണ് ഈ ഒരു ഇപ്പോൾ ഉള്ളൊരു ഫീലിംഗ് എന്താണ്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ അത് ആൾക്കാർ പലരും പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് അതൊന്നും അല്ലല്ലോ. എന്താണ് ഒരു ജെന്യൂൻ ആയിട്ട് പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. കാര്യം നമുക്ക് അടുത്ത വർഷം സ്റ്റുഡൻസ് വരുമ്പോൾ അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം നമുക്ക് കിട്ടണം. എന്താണ് ഒപ്പീനിയൻ? ഞാൻ സുഹൈൽക്കാർത്തിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും ഒരു കാക്കനെ പോലെ ആയിട്ടുണ്ട്. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ, അതായത് എല്ലാ ആഴ്ചയും നമ്മളെ റൂമിൽ വരും, നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കും, നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു തരും. കാരണം ഇവിടുത്തെ ചില ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഖത്തറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് അറബിയൊക്കെ അറിയാം, പക്ഷേ ഈജിപ്ഷ്യൻ അറബി എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുള്ള അറബിയാണ്. അപ്പോൾ മൂപ്പർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആൾക്കാരായിട്ട് നല്ല ഇടപാട് ചെയ്യാൻ പറ്റും, നല്ല ബന്ധങ്ങളുണ്ട് ഇവിടെ കുറേ. അപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ MD ആയിട്ടുള്ള സുഹൈൽക്കാണ് നമ്മളെ ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന വ്യക്തി. അപ്പോൾ സുഹൈൽഖാന്റെ വൈഫും ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ സുഹൈൽഖാന്റെ ഒരു എന്താണ് 24 hours തന്നെ എന്ന് പറയാൻ സർവീസ് സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. അപ്പോൾ പല ഏജൻസിയിൽ നിന്നും കുട്ടികൾ വരുന്ന സമയത്ത് അവർ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയതിനു ശേഷം പിന്നെ ഒരു എന്താ പറയുക ഫ്രീക്വന്റ് സപ്പോർട്ട് അവർക്ക് കിട്ടാറില്ല. പക്ഷെ ആ ഒരു രീതിയിൽ ഒരു ഫ്രീക്വന്റ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ്. കാരണം സുഹൈൽഖാനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ സീനിയർ വഴിയാണ് വന്നത്. അവർ പറഞ്ഞ സുഹൈൽഖാനെ ആദ്യം അറിയുന്നത്. അപ്പം ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ ഏതോ ഒരു ഏജൻസി വഴി വന്ന് കുടുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ കുടുങ്ങിയ ഒരാളെ ഹെൽപ്പ് ചെയ്ത ആളാണ് സുഹൈൽഖാൻ. അപ്പം അങ്ങനെ കോൺടാക്ട് ചെയ്ത് അൽഹംദുലില്ലാ സംസാരിച്ചപ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുള്ള സേഫ്റ്റി എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ പല പാരൻസിനും പ്രശ്നം ഉണ്ടാവും, ഇതൊരു അറബ് രാജ്യം ആയതുകൊണ്ട് ഇവിടെ യുദ്ധത്തിന്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടാവും, പിന്നെ സേഫ്റ്റിന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണ്? ഇപ്പോൾ രാത്രി 2 മണിക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, പക്ഷേ ഈജിപ്തിൽ ഒരുപക്ഷെ അത് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു ജനറൽ സെക്യൂരിറ്റിനെ കുറിച്ച്, ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ അത്രയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ അത്രയോ ഒന്നുമില്ല, സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ള ഒരു രാജ്യമല്ല ഇത്. പക്ഷെ എന്നാലും ഈ നാട് നൽകുന്ന ഒരു പൊതുവെയുള്ള സേഫ്റ്റി കൺസേൺസ് അഭിമുഖീകരിക്കുന്ന പാരൻസിനോട് എന്താ പറയാറുള്ളത്? അതായത് ഇപ്പം ആസ് ഓഫ് നൗ ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഖത്തറിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം
ഈജിപ്റ്റ് ഇസ്രായേലിന്റെ അടുത്താണെങ്കിൽ കൂടിയും ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലാണ് പ്രശ്നമുള്ളത്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആവശ്യമായിട്ട് സേഫ് ആണ്. പിന്നെ ഒരു 2014 CC ഭരണത്തിൽ വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളോടും പൊതുവെ ഇതിന്റെ എക്കോണമിക് ഭദ്രത ഉറപ്പുവരുത്താന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ പ്രയോറിറ്റി. അല്ലാതെ മറ്റു ഐഡിയോളജിക്കൽ കൺസേൺസിലേക്കൊന്നും ഇവര് പോകുന്നില്ല. അപ്പൊ അതാണ് ഇപ്പോ കാര്യം ഈ രാജ്യത്തിന്റെ സ്ഥിതി കുറച്ച് മോശമാണ്. പൊതുവെ ഇത് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്തരം പോരാട്ടങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ആ ഒരു പോളിസിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. രാത്രി ഇപ്പോ നമുക്ക് ഇറങ്ങി നടക്കുമ്പോ അതിന് വല്ല ബുദ്ധിമുട്ട്? അതിന് ഞങ്ങൾക്ക് ഇതായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം ഞങ്ങളിപ്പോ വീക്കെൻഡ്സ് ആയാലും രാത്രി ലേറ്റ് ഒക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്തിട്ടില്ല? ഇല്ല ഇതുവരെ ആയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അവരും പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അവര് ഗേൾസ് മാത്രമായിട്ട് ട്രിപ്പ്. ഞാനിവിടെ ഈജിപ്തിൽ 5 വർഷമായിട്ട് വരുന്നു. ഇതിനകത്ത് നമ്മളങ്ങനെ സേഫ്റ്റിന്റെ വിഷയത്തിൽ കേട്ടിട്ടുള്ള ഏക ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ മറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അത് അവിടെ ചിലപ്പോൾ കൺട്രോൾ ഒന്നുമില്ല. ആ ഒരു മിസ്സിംഗ് കേസ് അല്ലാതെ ഒരാളുടെ സാധനം പോയത് അല്ലെങ്കിൽ ഒരു അക്രമം നേരിട്ടത് അതൊന്നും നമ്മൾ കേട്ടില്ല. ഏറ്റവും കേട്ടിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു 2 കേസാണ് 5 വർഷത്തിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. എൻ്റെ സീനിയറുടെ ഇതേപോലെ. അപ്പോൾ ബിലോങ്ങിങ്സ് മറന്നു വെച്ച് ഊബറൊക്കെ ആണെങ്കിൽ കിട്ടും. അത് ഇവിടുത്തെ പ്രൈവറ്റ് ടാക്സി ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. വേറെ ഒരു സേഫ്റ്റി കൺസേൺസും ഞാൻ ഇവിടെ സ്റ്റുഡൻസിന്റെ കാര്യം. അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇത്രയും ഷെയർ ചെയ്തതിന് നന്ദി. ഓക്കെ.